ബഹുമാനപ്പെട്ട അധ്യക്ഷ, വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് കേരള യുക്തിവാദ സംഘത്തിൻ്റെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചാൽ ആദ്യമായിട്ട് നന്ദി പറയണം. അങ്ങനെ നന്ദി പറച്ചിലിൻ്റെ ആവശ്യമുള്ളത് എന്താ വെച്ചാൽ, ശാസ്ത്രം എന്നുള്ളത് എന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും നിർവചിക്കാൻ ആളുകൾ ശ്രമിക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, സയൻസ് എന്നുള്ളത്, ശാസ്ത്രം എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു യുക്തിവാദ പ്രോജക്റ്റാണ്. ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തലുകൾ നടത്തുന്ന സമയത്ത്, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളത് യുക്തി മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും പത്രത്തിൽ നമ്മളിങ്ങനെ ISROൻ്റെ അധ്യക്ഷനൊക്കെ ഇവിടെ ഗുരുവായൂരൊക്കെ വന്നിട്ട് പോകുമ്പോൾ ആളുകൾ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്കൊക്കെ കാരണം അത് വിശ്വാസമാണ്. ഞാൻ ചെറുപ്പത്തിലേ വിശ്വാസിയായിരുന്നു, ഇപ്പോഴും വിശ്വാസിയാണ്. അതുകൊണ്ട് ആ വിശ്വാസം എന്നെ സഹായിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ശാസ്ത്രത്തിനകത്ത് നിൽക്കുന്നൊരു വാദമല്ല എന്നുള്ളതാണ്. ശാസ്ത്രം പൂർണ്ണമായിട്ട് യുക്തിക്കകത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. ഞാൻ നടത്തുന്നൊരു കണ്ടെത്തൽ എനിക്ക് തോന്നിയതാണെന്നോ എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതാണെന്നോ പറഞ്ഞാലും മതിയാവില്ല. അത് വളരെ യുക്തിയുടെ പുറത്ത് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിയത്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടുള്ളത് കാലാവസ്ഥയെക്കുറിച്ചിട്ടാണ്, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചിട്ടാണ്, പരിസ്ഥിതിയെക്കുറിച്ചിട്ടാണ്. വളരെ ചുരുക്കി ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. വ്യാവസായിക വിപ്ലവം തുടങ്ങുന്ന സമയത്ത് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് കൽക്കരിയായിരുന്നു. കൽക്കരി കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വിറകാണ്. വിറകും നമ്മുടെ മസിൽ പവറും, നമ്മുടെ കൈകൊണ്ടുള്ള അധ്വാന ശേഷിയും, അതിനോടൊപ്പം നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ ശേഷിയും, കുതിര മുതൽ ആന മുതൽ കഴുത മുതൽ ഒക്കെയുള്ള ജീവികളുടെ ഊർജ്ജവും മാത്രമാണ് നമുക്ക് ഊർജ്ജമായിട്ട് ലഭ്യമായിട്ടുണ്ടായിരുന്നു. കൽക്കരി കണ്ടുപിടിക്കുന്നതോടുകൂടി സംഭവിച്ചൊരു വലിയ മാറ്റം, വിറകിനേക്കാൾ ഏകദേശം 10 മടങ്ങ് കൂടുതൽ ഊർജ്ജം തരുന്നൊരു വസ്തുവാണ് കൽക്കരി എന്നുള്ളത്. അത് കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ വലിയൊരു ഊർജ്ജ ശേഖരം പെട്ടെന്ന് കയ്യിൽ വരികയാണ്. ആ ഊർജ്ജം കൊണ്ട് മനുഷ്യൻ വലിയ ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അതിന് പുറകെ നമ്മൾ പെട്രോളിയം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രകൃതി വാതകം കണ്ടുപിടിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇത് ഏതെങ്കിലും കത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു ജീവിയായിട്ട് മനുഷ്യൻ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദിവസം ഏതെങ്കിലും ഒരു ഊർജ്ജം കത്തിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്പീഷീസായിട്ട്, ഒരു ജീവി വർഗമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോ പ്രാവശ്യം ഇത് കത്തിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്നും കത്തിക്കുന്ന സമയത്ത് വരുന്ന വാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരികയും ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളൊരു ചെറിയൊരു ആവരണമുണ്ട്, ഹരിതഗൃഹവാതകങ്ങളുടെ ഒരു നേരിയ പുതപ്പുണ്ട്. ആ പുതപ്പ് എൻ്റെ കട്ടി പതുക്കെ പതുക്കെ കൂടി വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 170 വർഷത്തിനിടയ്ക്ക് ഈ പുതപ്പിൻ്റെ കട്ടി പതുക്കെ പതുക്കെ കൂടി വന്നിട്ടുണ്ട്. നമ്മൾ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഒരു പുതപ്പ് വലിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷേ അതിന് പകരം 2 പുതപ്പായാൽ, ഇനി അഥവാ 3 പുതപ്പായാൽ പതുക്കെ ചൂടെടുക്കാൻ തുടങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഭൂമി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സൂര്യപ്രകാശം അതിനോടൊപ്പം വരുന്ന ചൂട് അകത്തേക്ക് കടത്തിവിടുകയും പക്ഷേ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂടിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് തന്നെ അയക്കുന്ന അവസ്ഥയിലേക്ക് ഭൂമിക്ക് ചുറ്റുമുള്ള ഈ പുതപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ശരാശരി താപനില വർദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 170 വർഷത്തിനിടയ്ക്ക് 1 ഡിഗ്രി ഭൂമിയുടെ ചൂട് വർദ്ധിക്കേണ്ടായി. ആ 1 ഡിഗ്രി വർദ്ധിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല, വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള പ്രശ്നം, ഭൂമിയുടെ 2 ധ്രുവങ്ങളിലുമുള്ള വലിയ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങുകയും ആ ജലം സമുദ്രത്തിലേക്ക് വരികയും സമുദ്ര ജലനിരപ്പ് ഉയരുകയും ചെയ്യുക എന്നുള്ളതാണ്. പസഫിക് സമുദ്രത്തിൽ ധാരാളം ദ്വീപുകൾ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ തീരപ്രദേശത്തുള്ള പല സ്ഥലങ്ങളിലും സ്ഥലം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ജലം വികസിക്കും. രണ്ടാമതായിട്ട് മഞ്ഞുപാളികളും ഉരുകി വരുന്ന വെള്ളം അതിനോട് കടലിലേക്ക് ചേരുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള പ്രശ്നം, നമ്മുടെ ജീവജാലങ്ങളുടെ എണ്ണം വലിയ തോതിൽ കുറയാൻ കാരണമായിട്ടുണ്ട്. ജീവജാലങ്ങൾ മാറി താമസിക്കാൻ തുടങ്ങും. ചൂട് കൂടിക്കഴിയുമ്പോൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് അവർ മാറി താമസിക്കും. ആ നിലയ്ക്ക് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് ജീവജാലങ്ങൾ മാറാൻ തുടങ്ങി. കുറേ നാൾ മുന്നേ നമ്മൾ
കേരളത്തിൻ്റെ തീരത്തുനിന്ന് പിടിച്ചിട്ടുള്ള പല മത്സ്യങ്ങളെയും ഇപ്പം നമുക്ക് കിട്ടുന്നത് വിശാഖപട്ടണത്തിൻ്റെ തീരത്തുനിന്നാണ്. അവർ പതുക്കെ നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. കരയിലുള്ള ജീവജാലങ്ങൾ ഉയരമുള്ള സ്ഥലത്തേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉയരമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് തണുപ്പുണ്ടാവുക. അതുകൊണ്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തൊക്കെ അവർ വേനലായാൽ ഊട്ടിയിൽ നിന്നും മൂന്നാറിൽ നിന്നൊക്കെയാണ് അവരുടെ ഭരണം നടക്കുക. കാരണം അവിടെ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. താഴെ നിന്നുള്ള ജീവികൾ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മലമുകളിലേക്ക് ജീവികളുടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം, ഈ മലമുകളിൽ ഇപ്പോൾ തന്നെയുള്ള ജീവജാലങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അവർക്കിനി മുകളിലേക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ അവർ പോകുന്നൊരു പോക്കുണ്ട്. അതിനെയാണ് നമ്മൾ പ്രാദേശികമായിട്ടുള്ള വംശനാശം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേരിട്ട് വിളിക്കാത്ത ധാരാളം ജീവജാലങ്ങളുടെ വംശനാശം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ്. ഒന്നാമത്തെ പ്രശ്നം കടലിൻ്റെ ജലനിരപ്പ് ഉയരുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ജീവികളുടെ എണ്ണം കുറയുന്നതാണെന്ന് പറഞ്ഞു. വംശനാശമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടുമല്ല. മൂന്നാമത്തെ പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ്. ആ വ്യതിയാനം ദുരന്തങ്ങളായിട്ട് മാറുന്നതാണ്. ഈ 3 പ്രശ്നങ്ങളെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളാവാം, അതിനുള്ള മറുപടി ആവാം. കാർബൺ മാത്രമല്ല, കാർബൺ പ്രധാനപ്പെട്ട മൂലകമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മീഥേനുണ്ട്, ജലാംശമുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലേക്ക് പോവുകയും അത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ കടത്തിവിടും. പക്ഷെ തിരിച്ചു പോകുന്നതിനെ അവർ തടഞ്ഞു നിർത്തി വീണ്ടും ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ കത്തിക്കുന്നവരാണ് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ലോകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ കാർബൺ കത്തിക്കുന്നത് അത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന രാജ്യം അമേരിക്കയാണ്. രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ എണ്ണം വെച്ചിട്ട് ഈ സംഖ്യയെ ഹരിച്ചു കഴിഞ്ഞാൽ ഈ കഥ ആകെ തിരിയും. ഇന്ത്യക്ക് ഒത്തിരി താഴേക്ക് പോകും. അമേരിക്ക വീണ്ടും മുകളിൽ തന്നെ തുടരുകയും ചെയ്യും. അമേരിക്കയും ജപ്പാനൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കും. അതിനെ നമ്മൾ എങ്ങനെ അളക്കുക? അളക്കാനായിട്ടുള്ള യൂണിറ്റിൻ്റെ പേര് കാർബൺ പാദമുദ്ര എന്നാണ്. കാർബൺ ഫുട് പ്രിൻറ്റ് എന്നാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ട്. നമ്മുടെ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം എത്ര കാർബൺ കത്തിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എത്ര കാർബൺ കത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ്. ഇത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തപ്പെട്ടിരിക്കും. നമ്മൾ നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കാർബൺ ഫുട് പ്രിൻ്റ് വളരെ കുറവായിരിക്കും. സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും കുറവായിരിക്കും. നിങ്ങളൊരു സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാർബൺ ഫുട് പ്രിൻ്റ് കൂടുതലാണ്. കാരണം ആ സ്കൂട്ടറിൽ ഒഴിക്കുന്ന പെട്രോളിൻ്റെ കണക്ക് നിങ്ങളുടെ കണക്കിലേ വരും. തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് ഞാൻ സൈക്കിളിൽ പോവുകയാണെങ്കിൽ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നു വരില്ല. ഞാൻ എൻ്റെ സൈക്കിൾ വിറ്റിട്ടൊരു സ്കൂട്ടർ വാങ്ങിച്ചാൽ ആളുകൾ വിചാരിക്കുക കൊള്ളാവും, ഉഷാറാണ് ഇവൻ, സ്കൂട്ടർ വാങ്ങാനൊക്കെ ശേഷിയായി എന്ന് വിചാരിക്കും. ഇനി അത് വിറ്റിട്ട് ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചാൽ ഞാൻ കുറച്ചുകൂടി മിടുക്കനായിട്ടുള്ള ഒരാളായിട്ട് മാറും. ഞാൻ ബൈക്ക് വിറ്റൊരു കാറ് വാങ്ങിച്ചാലോ ഞാൻ നല്ല സൗകര്യങ്ങളൊന്നും, ഞാൻ ഒരു മിടുക്കനായിട്ടില്ല, ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിച്ചൊരു മനുഷ്യനായിട്ട് എന്നെ എല്ലാവരും കാണാൻ തുടങ്ങും. ഇനി ഞാൻ സാധാരണ ഉള്ള ഒരു മാരുതി 800 വിട്ടിട്ട് ഞാനൊരു ഓഡിയോ ഒരു ബെൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വിജയിച്ചൊരു മനുഷ്യനാവും. ഞാൻ അതുമായിട്ടൊരു ബാങ്കിൽ പോയി എനിക്ക് അപ്പം തന്നെ ലോണൊക്കെ തരുമല്ലോ. അങ്ങനെ, കാരണം എൻ്റെ വിജയത്തെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഓരോ വാഹനങ്ങളിലൂടെ ഞാൻ മാറിപ്പോകുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഞാൻ പഴയ ആൾ തന്നെയാണ്. പക്ഷെ ആകെ ഉണ്ടായ ഒരു വ്യത്യാസം ഞാൻ എത്ര കാർബൺ കത്തിക്കുന്നുള്ള അളവ് മാറി. ഞാൻ കൂടുതൽ കാർബൺ കത്തിക്കുന്ന ആളായി മാറിയെന്നല്ലാതെ എൻ്റെ അറിവിലോ എൻ്റെ ജ്ഞാനത്തിലോ എൻ്റെ പെരുമാറ്റത്തിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവില്ല. ആകെ ഉണ്ടായ വ്യത്യാസം ഞാൻ കത്തിക്കുന്ന കാർബണിൻ്റെ അളവിലാണ്. പക്ഷെ ആ അളവ് കൂടുന്നതാണ് എൻ്റെ വിജയം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾ വലിയ വീടൊക്കെ വയ്ക്കും. അത് അവനവന് വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ വിജയിച്ചൊരു മനുഷ്യനാണ്, നോക്ക് എന്ത് വലിയ വീടാണ് എൻ്റെ, അല്ലെങ്കിൽ എന്ത് വലിയ വണ്ടിയാണ് എൻ്റെ, എന്നൊക്കെ ഏറ്റവും കൂടുതൽ കാർബൺ നിക്ഷേപിക്കാനുള്ള. അപ്പോൾ ആ തരത്തിലുള്ള ലോജിക്കൽ ഓടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൺ ഫുട് പ്രിൻ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സക്സസ്സും കാർബൺ ഫുട് പ്രിൻ്റും തമ്മിൽ ആ തരത്തിലുള്ളൊരു ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ വേർപെടുത്തല്ലാതെ നമുക്ക് രക്ഷയില്ല. പക്ഷേ നമ്മൾ കത്തിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മറ്റ് വികസിത രാജ്യങ്ങൾ കത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനെക്കുറിച്ച് സംശയിക്കാൻ തുടങ്ങുന്ന ഒരിക്കൽ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന വായിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലുള്ള മനുഷ്യരുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റം ആഗോള സാമ്പത്തിക ക്രമത്തെ ദോഷകരമായി ബാധിക്കും എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര അത്ഭുതമായി. നമ്മുടെ ഭക്ഷണക്രമം മാറുന്നത് ലോക സാമ്പത്തിക ക്രമത്തെ ബാധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ബേജാറാവുകയാണ്.
പിന്നെ എൻ്റെ ഒരു സംശയം, നമ്മുടെ പ്രസിഡന്റ് പോലും അന്വേഷിക്കാറില്ല നമ്മളെന്താ കഴിക്കണത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഭക്ഷണം കഴിക്കത്തിലത്തെ താല്പര്യം ഒന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ടേ അല്ല. അദ്ദേഹം പറഞ്ഞത് വടക്കേ ഇന്ത്യയിലുള്ള ദിവസത്തിൽ നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന, അതും റൊട്ടിയും സവാളയും മാത്രം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതം മാറ്റി അവർ 3 നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും അവർ മാംസാഹാരം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. കാരണം അത്രയധികം ആളുകളുണ്ട്, അത്രമാത്രം ഊർജ്ജം അവർക്ക് ആവശ്യമായിട്ട് വരും. അത് ലോകത്തെ മൊത്തം ക്രമത്തെ അത് അസ്ഥിരപ്പെടുത്തും. അമേരിക്കയെ സംബന്ധിച്ചിട്ടുള്ള എക്സിസ്റ്റിംഗ് നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാർബൺ കത്തിക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെ. അതിൻ്റെ കേട് അനുഭവിക്കുന്നത് മറ്റു പല രാജ്യങ്ങളുമാണ്, നമ്മളെപ്പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവർ കത്തിക്കുന്ന കാർബണിൻ്റെ കൂടി പ്രശ്നം കൊണ്ട് കാലാവസ്ഥയിൽ മാറ്റം വരികയും അതിതീവ്ര മഴ ഉണ്ടാവുകയും മേഘവിസ്ഫോടനം ഉണ്ടാവുകയും മണ്ണൊലിപ്പ് ഉണ്ടാവുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും മനുഷ്യന് മരിച്ചു പോവുകയും ചെയ്യുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മളായിട്ട് മാറുകയും ചെയ്യുന്ന, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് 2011-ലാണ്. ഈ 2011 ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേരളം അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് 2011 മുന്നേ ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടില്ല. അതിനുശേഷം 11 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2015-16 ഭയങ്കര വരൾച്ചയായിരുന്നു, മഴ വളരെ കുറവായിരുന്നു. അന്ന് നമ്മൾ ആലോചിച്ചിരുന്നത് എങ്ങനെയാണ് ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുക, പെയ്യുന്ന കുറച്ച് മഴയെങ്കിലും എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത്. നാട്ടിൽ മുഴുവൻ മഴക്കുഴികളുണ്ടാക്കിയിരുന്നു, എല്ലായിടത്തും മഴക്കുഴികളും. മഴവെള്ളത്തെ ഓടാൻ സമ്മതിക്കരുത്, അതിനെ ഇരുത്തണം, നടത്തണം എന്നൊക്കെ പറഞ്ഞ് കിടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ പ്രോജക്റ്റൊക്കെ നമ്മൾ നടത്തിയിരുന്നു. മഴവെള്ളം ഓടിപ്പോയിരുന്നു, അതിനെ നമ്മൾ എവിടെയെങ്കിലും നിർത്തണം എന്നൊക്കെ ഉള്ളതായിരുന്നു 15-16 നമ്മൾ ആലോചിച്ചിരുന്നത്. 18 സംഭവം നേരെ തിരിഞ്ഞു, അതിതീവ്ര മഴയിലേക്ക് എത്തി. ഈ മഴക്കുഴികളൊക്കെ ഭയങ്കര അപകടങ്ങളായി മാറി. ചരിവുകളിലുണ്ടാക്കിയ മഴക്കുഴികളൊക്കെ ഭയങ്കര അപകടം പിടിച്ച സ്ഥലങ്ങളായിട്ട് മാറി. 18 പ്രളയം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് നൂറ്റാണ്ടിലൊരിക്കൽ വരുന്ന പ്രളയമാണ്, ഇനി അടുത്ത നൂറ്റാണ്ടിൽ നോക്കിയാൽ മതി എന്നുള്ള ആശ്വാസം ഇരുന്ന സമയത്താണ് തൊട്ടടുത്ത വർഷം അടുത്ത പ്രളയം സംഭവിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വർഷം പോലും ഒഴിവില്ലാതെ നമുക്ക് ഉരുൾപൊട്ടലുണ്ടാവുകയാണ്, മണ്ണിടിച്ചിലുണ്ടാവുകയാണ്, മരണങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ ഈ അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ ഒരു സമയത്തേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള റിപ്പോർട്ടായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള, ഏറ്റവും ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളെ അത് അടയാളപ്പെടുത്തുകയും 3 സോണുകളായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും കൃത്യമായിട്ട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ദുരന്തങ്ങൾ വളരെ ലഘൂകരിക്കാൻ പറ്റുമായിരുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് മനുഷ്യജീവിതങ്ങൾ നഷ്ടപ്പെടുന്നെങ്കിലും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല, ഇത്രയും വർഷമായി ഇപ്പം. പക്ഷെ അതൊരു പ്രവാചക സ്വഭാവത്തിലേക്ക് കാണേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ റിപ്പോർട്ടിൻ്റെ രീതിശാസ്ത്രം അത് കേരളം മുഴുവൻ നടപ്പിലാക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം പശ്ചിമഘട്ടം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഇടനാട്ടിലെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, തീരദേശത്ത് അതിനേക്കാൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടം മാത്രമല്ല, ആ രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ലാൻഡ്സ്കേപ്പിനെ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ക്വയറിലുള്ള 18ഓളം പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കണക്കാക്കിക്കൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കുകയും അതിൻ്റെ സെൻസിറ്റിവിറ്റി കണക്കാക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ രീതിശാസ്ത്രം. ആ രീതിശാസ്ത്രം ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലയിലും ഒരേപോലെ നടപ്പിലാക്കേണ്ട ഒരു സമയത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഒരു കല്ല് കുത്തിയ കാര്യം പോലെ അങ്ങനെ അവിടെ വെച്ചിട്ടുള്ള ഒരു വിഗ്രഹം പോലെ വെക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പുതിയ വർക്കുകൾ നടക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കേരളത്തെ മുഴുവൻ തന്നെ ആ രീതിശാസ്ത്രം അതല്ലാതെ മറ്റൊരു ശാസ്ത്രത്തിന് മുന്നോട്ട് വെക്കാനില്ല. അതാണ് എൻ്റെ കൃത്യമായിട്ടുള്ള മെത്തഡോളജി. അതാണ് ആ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളും പഠിക്കുകയും അതിൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയും അവിടെയുള്ള മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. ആയിക്കോട്ടെ, ആ കാലം കഴിഞ്ഞു, അതാ പ്രശ്നം. ആ വണ്ടി പോയി കഴിഞ്ഞു. ഇനി നമുക്ക് പുറകോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഗ്ലോബൽ ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ വി ഹാവ് ക്രോസ് ദ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ. ഇനി നമുക്ക് തിരിച്ചു പോയി കാലാവസ്ഥ നേരാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ മാറിയ കാലാവസ്ഥയിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറൊരു വഴിയില്ല. ഗാഡ്ഗിലിനൊക്കെ മറന്നേക്കും. ഗാഡ്ഗിൽ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. കുറച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടൊന്നും ആരും ഇപ്പം സംസാരിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഗാഡ്ഗിലിനെ വിട്ടേക്ക്. പക്ഷെ നമുക്കിവിടെ ജീവിക്കണമല്ലോ. ഈ മാറിയ കാലാവസ്ഥയെ തിരുത്താൻ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ആ മാറിയ കാലാവസ്ഥയിൽ എങ്ങനെ ജീവിക്കാൻ പഠിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ബേസിക്കലി സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു 2.5 വർഷം പൂർണ്ണമായും മാറ്റിവെച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. മടുത്തു.
കേരളത്തിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളുടെ എണ്ണം തന്നെ എനിക്ക് ഓർമ്മയില്ല. പല സ്ഥലത്തുനിന്നും ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടത് ഈ സംഘാടകരെ മുൻകൂട്ടി കണ്ടിട്ട് എന്നെ പിടിച്ചു വലിച്ച് രക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വയറ്റിൽ കത്തി കയറാനൊക്കെ രക്ഷപ്പെട്ടത് ആ കാരണം കൊണ്ടാണ്. അത്രമാത്രം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ ലളിതമായിട്ട് പറയാം. ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഇത് മനുഷ്യരാണ് ഇത് സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. സാധാരണ മനുഷ്യനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം എന്നാണ്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഗാഡ്ഗിലിൻ്റെ പ്രധാന നിലപാട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിക്കുക. എന്നിട്ട് ഇതാണ് അവിടുത്തെ പരിസ്ഥിതിലോല പ്രദേശത്തിൻ്റെ അതിർത്തിയായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്, അത് ഡ്രാഫ്റ്റാണ്, അത് കൃത്യമായി വരക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമസഭയ്ക്കാണ്. ഗ്രാമസഭ ചേർന്ന് അവർ ചർച്ച ചെയ്ത് ഇതിൻ്റെ കൃത്യമായ അതിർത്തി നിർണ്ണയിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമായി പണിക്കുറ്റം തീർന്ന റിപ്പോർട്ടല്ല, അത് പണി പിന്നെ ബാക്കി കിടക്കായിരുന്നു. ജനങ്ങളും കൂടി ചേർന്ന് ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് അതിൻ്റെ ബൗണ്ടറി കൃത്യമായി വരയ്ക്കുമ്പോഴേ ആ റിപ്പോർട്ട് പൂർണ്ണമായിരുന്നു. ആ പണി നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലായത് ഇത് ഖനനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി. മൈനിങ്ങിനെ, കോറികളെ അത് വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 ഉണ്ട്. അതിൽ 1 ഖനനം പാടില്ല എന്ന് പറയുന്നു, 2 ഇപ്പം നിൽക്കുന്ന ഖനനം 5 വർഷം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറയുന്നു, 3-ാമത്തേൽ ഖനനാവാം. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലും മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ തന്നെ ഉള്ള ധാരാളം ഖനന ലോബികളെ സംബന്ധിച്ച് ഇത് വലിയ ഭീഷണിയായി മാറി. ഖനന ലോബി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സ്ഥലത്തെയും ഭരണകൂടത്തെ നിലനിർത്തുന്നത് അവിടെയുള്ള അധികാര രൂപങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കൻ സർക്കാരിനെ നിലനിർത്തുന്നത് അവിടുത്തെ പെട്രോ കെമിക്കൽ കമ്പനികളാണ്, അവരാണ് അതിനെ ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്രോ കെമിക്കൽ കമ്പനികൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു തീരുമാനവും അമേരിക്കൻ ഗവൺമെൻറ് എടുക്കില്ല എന്ന് നമുക്കറിയാം. അതിനിപ്പോൾ ഏത് പാർട്ടി അതിൽ വന്നാലും അങ്ങനെ തന്നെയായിരിക്കും. കേന്ദ്രത്തിലാണെങ്കിലോ, കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അംബാനി അദാനിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഈ സർക്കാർ ചെയ്യൂല. ഇത്രയേ ഉള്ളൂ. ബാക്കി തമാശാണ്. ബാക്കി നമ്മൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ തമാശയാണ്. കാരണം ഈ അധികാര രൂപത്തെ, ഈ മൂലധനത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണുന്നത്. ഇവർ തമ്മിലൊക്കെ വലിയ വഴക്കുണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരെ ഒരേപോലെ ഫണ്ട് ചെയ്യുന്നത് ഈ മുതലാളിത്ത സംവിധാനമാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ആരാണ് കേരള സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കേരള സർക്കാരിൻ്റെ ബാക്ക് ബോൺ ആരാണ്? കേരള സർക്കാരിൻ്റെ ബാക്ക് ബോൺ ഇവിടെയുള്ള കോറി മുതലാളിമാരും റിസോർട്ട് നടത്തുന്ന ആളുകളുമാണ്. അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് സർക്കാരിന് പോകാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സാധാരണ മനുഷ്യ തീരുമാനം എടുക്കട്ടെ എന്ന് പറയുന്ന റിപ്പോർട്ടിനെ അനുകൂലിക്കാനായിട്ട് സർക്കാരിന് സാധ്യമാവില്ല. അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു. അതിനോട് പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റാം. ഒരാളും ശാസ്ത്രത്തിൻ്റെ പക്ഷത്തോ പരിസ്ഥിതിയുടെ പക്ഷത്തോ ഒരാളും ഇല്ലാത്ത അവസ്ഥയായി. സകല രാഷ്ട്രീയ പാർട്ടികളും റിപ്പോർട്ടിനെതിരായിരുന്നു, മതസംഘടനകൾ റിപ്പോർട്ടിനെതിരായിരുന്നു, കത്തോലിക്ക സഭ നേരെ തന്നെ റിപ്പോർട്ടിനെതിരായിട്ട് ആ രംഗത്ത് വന്നു. പിന്നെ ആരാ ഉള്ളത് ഈ റിപ്പോർട്ടിന് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട്? ഇനി സംസാരിച്ചാൽ തന്നെ തല പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെത്തി. കാരണം സംസ്ഥാന ഭരണകൂടം പോലും റിപ്പോർട്ടിനെതിരായിട്ട് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ശാസ്ത്രം ഏറ്റവും മോശമായിട്ട് മനസ്സിലാക്കപ്പെട്ട ഒരു സമയമായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ടൊരു ശാസ്ത്രജ്ഞൻ എന്നുള്ളതൊക്കെ ഞാൻ കണ്ട വലിയൊരു സാധ്യത, ഞങ്ങൾ ഗവേഷണം നടത്തുന്ന സമയത്ത്, ഞങ്ങൾ പഠനം നടത്തുന്ന സമയത്ത് നടത്തുന്ന കണ്ടെത്തലുകൾ നമ്മുടെ ഒരു സ്വപ്നമാണ്. ഏതെങ്കിലും സമയത്ത് അത് ഈ നാട് ഭരിക്കുന്നതിന് ഉപകാരപ്പെടും എന്നുള്ളത്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പഠനങ്ങളൊക്കെ തന്നെ ആർക്കും ആവശ്യമില്ലാതായിട്ട് അവസാനം മാറുകയാണ് ചെയ്യുക. അത് ലൈബ്രറികളിൽ ഇരിക്കുന്ന പുസ്തകങ്ങളായിട്ടോ റിപ്പോർട്ടുകളായിട്ടൊക്കെ അവസാനിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇത് നാട്ടിൽ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം എന്നുള്ള നിലയ്ക്കാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങളൊക്കെ കണ്ടത്. കാരണം അത് കൃത്യമായിട്ടും ഓരോ മേഖലയിലുമുള്ള പുതിയ കണ്ടെത്തലുകളെ അതാത് സ്ഥലത്തിൻ്റെ ഭരണത്തെ ഉൾച്ചേർക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണാനാണ് ഞങ്ങൾ ശാസ്ത്രജ്ഞർ ചെയ്തത്. പക്ഷേ ശാസ്ത്രം ആർക്കും വേണ്ടല്ലോ, എല്ലാവർക്കും എല്ലാം അറിയാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ആർക്കും പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും തന്നെ തള്ളിക്കളയണ്ടായി. കസ്തൂരിരംഗൻ ഒരു എക്കോളജിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം ISRO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 3 ക്ലാസ്സസ് എന്നുള്ളത് ഒഴിവാക്കി, സോൺ 1, 2, 3 എന്നുള്ളത് എടുത്തു മാറ്റിയിട്ട് ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്നുള്ളത് ഒറ്റ ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ യെസ് ഓർ നോ മാത്രമേ മാറി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാം, പക്ഷേ എവിടെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾക്ക് സോൺ 1 പറ്റുന്നുണ്ടാവില്ല, പക്ഷേ സോൺ 3 നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനി കോറി നടത്തണമെങ്കിൽ കോറി നടത്തുക തന്നെ ചെയ്യാം, പക്ഷേ അത് എവിടെ ചെയ്യണം എന്നുള്ളത് ആ റിപ്പോർട്ട് പറയുന്നത്. നിങ്ങൾക്ക് സോൺ 3 കോറി നടത്താം,
സോൺ 2-ൽ അത് 5 വർഷം കൊണ്ട് ഫേസ് ഔട്ട് ചെയ്യണം. 1-ൽ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗ്രഡേഷനോട് കൂടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഗാഡ്ഗിൽ വെച്ച്. കസ്റ്റഡി രംഗങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള നിലയ്ക്ക് അതിനെ ക്ലാസിഫൈ ചെയ്തു മാറ്റി. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്താ വെച്ചാൽ കസ്റ്റഡി രംഗ കമ്മിറ്റി റിപ്പോർട്ടിൽ ചോദിക്കുന്ന രസകരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം എങ്ങനെയാണ് ഗ്രാമീണരെയും നിരക്ഷരരായ ആദിവാസികളെയും ഏൽപ്പിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം. ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളെപ്പോലെ പഠിച്ച ശാസ്ത്രജ്ഞരാണല്ലോ, അല്ലാതെ ഗ്രാമസഭ തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവർക്ക് എന്തറിഞ്ഞിട്ടാണ്? അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അവർ ഇക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് ആ തരത്തിൽ അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള, മനുഷ്യത്തിനപ്പുറത്ത് പക്ഷത്ത് നിൽക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടാണ് അതിനെ മനസ്സിലാക്കുക. വിമനിലേക്ക് വരുന്ന സമയത്തുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം 2 വാക്കുകൾ തമ്മിൽ കൺഫ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അത് EFLഉം ESAയും തമ്മിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്ത് ഒരു പുകമറ സൃഷ്ടിച്ചു. EFL എന്ന് പറഞ്ഞിട്ട് മറ്റു നിയമം നേരത്തെ നിലനിൽക്കുന്നുണ്ട്, ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ ഒരു വനത്തിനോട് ചേർന്ന പ്രദേശം കാടിൻ്റെ അതേ സ്വഭാവമുള്ളതാണെങ്കിൽ ഒരു ഇത്തിരി പോലും കോമ്പൻസേഷൻ കൊടുക്കാതെ ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള അധികാരം വനംവകുപ്പിന് കൊടുക്കുന്ന നിയമമാണ്. അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ വനംവകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓണേഴ്സായിരുന്ന ആളുകൾക്ക് 10 പൈസ പോലും കിട്ടുകയും ചെയ്തിട്ടില്ല. ധാരാളം മനുഷ്യർ അതുകൊണ്ട് ദുരിതത്തിൽപ്പെടുകയും ചെയ്തു. ഈ കഥ പറഞ്ഞുകൊണ്ട് അതിനെ ESA ആയിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വുമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത്. അതായത് ഈ മനുഷ്യരെ സംരക്ഷിക്കണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ എന്നൊക്കെയുള്ള. അത് ഏറ്റവും രസകരമായിട്ടുള്ള വുമൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സിറ്റിംഗ് നടന്ന സ്ഥലങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സിറ്റിങ്ങുകളും നടന്നത് പള്ളികളിൽ വെച്ചിട്ടാണ്. പള്ളിക്കകത്താണ് സിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന ആളുകളെ വിശ്വാസികൾ തല്ലി ഓടിച്ചു. അതേ കയറാൻ പോലും പറ്റിയിട്ടില്ല. ഒരു സെക്യുലർ സ്പേസിൽ നിന്നിട്ടല്ല ചർച്ച പോലും നടന്നു. എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉത്തരവ് വന്നു. നടപ്പിലാക്കിയിട്ട് അത് ആ റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേരളത്തിലുള്ള കോറി മുതലാളിമാരായിരിക്കും. കാരണം നിയമം നടപ്പിലാക്കുകയും ചെയ്തു, അവരുടെ ഏരിയ സേഫായിട്ട് പുറത്താവുകയും ചെയ്തു. അവരായിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടാവുക. ഇതാണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിച്ച വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് ഇവിടെ മാത്രമല്ലല്ലോ, അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ വലിയ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഹിമാലയം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ തോതിലുള്ള ഭൂമികുലുക്കം ഉണ്ടാകുന്നുണ്ട്. പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏഷ്യൻ പ്ലേറ്റ് പോയിട്ട് യൂറോഷ്യൻ പ്ലേറ്റിലായിട്ട് ഇടിച്ചിട്ടാണ് ഹിമാലയം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സൊക്കെ നടക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറഞ്ഞത് ശരിയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. 2 കാര്യങ്ങളല്ല. ഒന്ന്, ഈ പ്രശ്നങ്ങളുടെ ഫ്രീക്വൻസി അത് വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. ഇത് ഇപ്പോൾ ഏറ്റവും രസമുള്ളൊരു കാര്യം ചോദിച്ചാൽ വയനാട് ഇപ്പോൾ ഭൂമി കുലുക്കുണ്ടായി, ഭൂമി ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹിന്ദു പത്രത്തിൽ 100 വർഷം മുന്നേ വയനാട്ടിലുണ്ടായിട്ടുള്ള ഒരു ഇതേപോലെ ഒരു ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ വാർത്ത ഹിന്ദു പത്രം തന്നെ അവർക്കൊരു എഡിറ്റോറിയൽ പേജിൻ്റെ സൈഡിലുള്ള പേജിലൊരു സ്പേസ് ഉണ്ട്, 100 years before എന്ന് പറഞ്ഞിട്ട്. അതേ ദിവസം 100 വർഷം മുന്നേ ഉള്ളൊരു വാർത്ത അവരെടുത്തിടും. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ഈ വാർത്ത വന്നത്, അതായത് അന്ന് 100 വർഷം മുന്നേ ഒരു ഓഗസ്റ്റ് മാസത്തിലൊരു ദിവസം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അവർ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആളുകളൊക്കെ ചോദിച്ചു, ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് 100 വർഷം മുന്നേ ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം പിന്നെ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ട് എടുത്തത് 96 വർഷമാണ്. ഇന്നതല്ല. ഇന്ന് നമുക്ക് ഓരോ വർഷവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരിക. അതിൻ്റെ തീവ്രത വല്ലാതെ കൂടി വരികയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാവപ്പെട്ടവർ മാത്രം മരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ മാത്രം മരിക്കുന്നത്? ഒരു പണക്കാരൻ പോലും ഇതുവരെ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിലും മരിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരം അവിടെ നിൽക്കട്ടെ. ഈ മൊത്തം പ്രശ്നങ്ങൾക്കുള്ള ലളിതമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ കൺട്രോളിലല്ല നിൽക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് ചോദിച്ചാൽ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചാലക്കുടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് വയ്ക്കുക. ഞാൻ അവിടെ വീടുമെന്ന് വയ്ക്കുക. കണ്ടു നിൽക്കുന്ന ആരെങ്കിലും എന്നെ എടുത്ത് ഒരു ആസ്പത്രി കൊണ്ടുപോയാൽ എത്ര പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് സുഖമായി പുറത്ത് വരും എന്നുള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത് എൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ പരിക്ക് സുഖപ്പെട്ട് വരാൻ പറ്റും.
അതേസമയം അപകടം നടക്കുന്ന സമയത്ത് എനിക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പലതരത്തിലും മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. ഇത്ര മാത്രമേ ഉള്ളൂ ബന്ധം. ഈ പ്രതിഭാസങ്ങൾ ഇതെല്ലാം ആക്സിഡൻസാണ്. ഈ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യം എത്ര നന്നായി സംരക്ഷിക്കും എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ബേബി ജോണിനുള്ള മറുപടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് വിഭവങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗോവയിൽ വലിയ തോതിൽ കേരളത്തെക്കാളൊക്കെ വലിയ ഖനനം നടന്നൊരു പ്രദേശമാണ് ഗോവ. അവിടെ അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ നിരോധിച്ചു. ഗോവയിലെ ഖനനത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ പേര് ക്ലോഡ് അൽവാരസ് എന്നാണ്. ക്ലോഡ് അൽവാരസുമായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു രസകരമായിട്ടുള്ള കാര്യം, ഗോവയിൽ നിന്ന് ഖനനം നടത്തിയെടുത്ത വിഭവങ്ങളുടെ പണം, അതിൽ നിന്ന് കിട്ടിയ പണം ഗോവയിലുള്ള മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മനുഷ്യരായിട്ട് ഗോവക്കാർ മാറിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. ഈ കേരളത്തിലുള്ള പാറ ആരുടെയാണ്? അതിന് ഓണർഷിപ്പ് ആർക്കാവും? അതെങ്ങനെ ചില ആളുകൾക്ക് മാത്രം സ്വത്തായിട്ട് മാറുന്ന? അതെങ്ങനെ പെട്ടെന്ന് ഓരോ ഗ്രാമത്തിലും ഓരോ വലിയ മുതലാളി ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് ഈ മൂലധനം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരുമിച്ച് ചേരുന്നത് എങ്ങനെയാണ്? പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ പല കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ ഒരാളുടെ സ്വത്ത്, ഒന്നോ രണ്ടോ പേരുടെ സ്വത്തായിട്ട് പ്രകൃതി വിഭവം മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഇനി വരാൻ പോകുന്ന തലമുറക്കൊക്കെ ഉള്ള വിഭവമാണല്ലോ ഇത്. അത് ഏറ്റവും ശരിയായിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല? അത് എന്തും ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും പാറ പൊട്ടിച്ചോട്ടെ, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പണം എന്തുകൊണ്ട് ആ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെ പൈസ ആവുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ സർക്കാരിൻ്റെ പൈസ ആവുന്നില്ല? ഈ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചേ പറ്റും. അതല്ലാതെ ദൈവവിശ്വാസികളെ പോലെ അതങ്ങനെ വിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. ഇത് മഴ പെയ്യും, നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിക്കാം. പക്ഷെ അതല്ല, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ്. മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് ഏറ്റവും നന്നായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, അതന്നെ എങ്ങനെയാണ് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുക, എങ്ങനെയാണ് മനുഷ്യ ജീവിതങ്ങൾ നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റുക, ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക. നമ്മൾ മഴയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള വളരെ കൃത്യമായിട്ടുള്ള പാറ്റേൺ ഒരു വർഷം ജനുവരി 1 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജൂൺ വരെയൊക്കെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് വേനൽ മഴകളൊക്കെ കിട്ടും. കാടിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒന്നാണ് ഈ വേനൽ മഴ. കാരണം വേനൽ മഴയാണ് കാട്ട് തീനെ കെടുത്തുക. ആ മഴ എത്ര വൈകുന്നോ അത്രയും കാട്ടിൽ തീ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മഴയ്ക്ക് അത്ര പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അത് കഴിഞ്ഞ് ജൂൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാലവർഷം തുടങ്ങുന്നു, പിന്നെ ബ്രേക്ക് ഉണ്ടാകുന്നു, തുലാവർഷം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടേഡായി. ഇനി അത് തിരിച്ച് വരാൻ പോകുന്നേയില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടാണ്. ഒന്ന്, അതിൻ്റെ സ്ഥലവും കാലവും മാറിക്കഴിഞ്ഞു, സ്പേസും ടൈമും മാറിക്കഴിഞ്ഞു മഴയുടെ. പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിൽ മഴക്കാലം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മുഴുവൻ മഴയാണ്, എല്ലായിടത്തും ഒരേപോലെ മഴയാണ്. വലിയ ശക്തിയായിട്ടുള്ള മഴയല്ല, പക്ഷെ നിന്ന് പെയ്തുകൊണ്ടിരിക്കും. അത് 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നിറച്ചായിട്ട് പെയ്യുന്ന മഴ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് മേലെ മുഴുവൻ മേഘമുണ്ട്. ആ മേഘം ഒരുമിച്ച് പെയ്യുന്ന കാലമായിരുന്നു അത്. അങ്ങനെയുള്ള മേഘങ്ങളെ നമുക്കിപ്പോൾ കാണാനാവുന്നില്ല. ഹൊറിസോണ്ടലായിട്ടുള്ള മേഘങ്ങളെ നമുക്ക് കാണുന്നേയില്ല. അതിന് പകരം വേർട്ടിക്കലായിട്ട് അതിൻ്റെ രൂപം മാറിക്കഴിഞ്ഞു. ഏകദേശം ഒരു സിലിണ്ടർ പോലെ മുകളിലേക്ക് 10-12 കിലോമീറ്റർ മുകളിലേക്ക് നിൽക്കുന്ന മേഘങ്ങളെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അത് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൊളാപ്സ് ചെയ്യുക ചെയ്യും. അതിനെയാണ് നമ്മൾ മേഘവിസ്ഫോടനം എന്നും അതിതീവ്ര മഴ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്ഥലവും കാലവും മാറിക്കഴിഞ്ഞു. ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ വയനാട്ടിലുള്ള കർഷകരൊക്കെ പഴയ കാർഷിക കലണ്ടറൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ പുതിയ കലണ്ടർ ഉണ്ടാക്കുകയാണ്. ഓരോ വർഷവും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തെ മഴ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തി പുതിയ കാർഷിക കലണ്ടർ അവർ തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ മേഖലയിലും അത് ചെയ്യേണ്ടി വരും. കേരളത്തിലെ ഇപ്പോൾ ഓണം പോലെയുള്ള ആഘോഷമൊക്കെ നമുക്കിനി വേറെ സമയത്തേക്ക് മാറ്റേണ്ടി വരും. അതിനിപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് പുതിയ സ്ഥലത്തേക്ക് അത് മാറ്റി അതിന് വേണ്ട ഐതിഹ്യമൊക്കെ അവരുണ്ടാക്കേണ്ടി വരും ഇപ്പോൾ. എന്നിട്ട് ഇന്ന കാരണം കൊണ്ട് അത് നമ്മൾ അന്നത്തെ കണക്ക് തെറ്റിപ്പോയി, ഓണം ശരിക്കും ഇപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നൊരു ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടൂല. അപ്പോൾ ആ തരത്തിൽ അത് വലിയ തോതിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്വന്തം ശരീരത്തിൻ്റെ വിസർജ്യം പരിക്ക് പറ്റാതെ അത് അതേപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുന്ന ഏകജീവി മനുഷ്യനാണ്. ബാക്കി എല്ലാവരും വിസർജ്യങ്ങൾ പ്രകൃതിയോട് ചേരുകയും അതതിൻ്റെ പ്രോസസ്സിലൂടെ പോവുകയും ചെയ്യും. നമ്മൾ അതിങ്ങനെ വളരെ പ്രഷ്യസ് ആയിട്ട്
അതിലൊരു പരിക്ക് പറ്റാതെ നമ്മളിങ്ങനെ ടാങ്കൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറൊരു ജീവി ചെയ്യുന്ന കാര്യമല്ല. മാത്രമല്ല ഇത് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഇത് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. അതിനെ ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. പക്ഷെ ആ ബാക്ടീരിയയെ മുഴുവൻ കൊന്നുകളയുന്ന പോലെയുള്ള അതിതീവ്രമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് അവർക്കത് ജീവിക്കാനും പറ്റില്ല. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരശാസ്ത്രം, ബയോളജിയും ഹെൽത്ത് സയൻസസൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ജീവജാലങ്ങളും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ വിചാരിച്ചത് ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ പേര് സജീവ് എന്നാണ്, ഞാനൊരു ഒറ്റക്കൊരു ഇൻഡിവിജ്വൽ ആണെന്നൊക്കെ വിചാരിച്ചൊരു കാലമുണ്ട്. ആ കാലമൊക്കെ പോയി. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ ശരീരത്തിന് പുറത്തും അകത്തുമായിട്ട് ധാരാളം ജീവികൾ ജീവിക്കുന്നത്. ഇത്തിരിയൊന്നുമല്ല, ലക്ഷക്കണക്കിനുണ്ട് ജീവികൾ. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിക്കുന്ന പല ഭക്ഷണവും ദഹിപ്പിക്കണമെങ്കിൽ ഈ ബാക്ടീരിയ ഇല്ലാതെ പറ്റൂല. അവരില്ലാതെ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് എപ്പോഴെങ്കിലും നിങ്ങൾ കഴിക്കേണ്ടി വന്നാൽ കുറച്ച് ദിവസത്തേക്ക് ആകെ പ്രശ്നമായിരിക്കും. ഡോക്ടർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ മരുന്ന് വേണമെന്നൊക്കെ നിങ്ങളോട് അത് ചോദിക്കും നിങ്ങളുടെ വയർ. കാരണം ആൻറ്റിബയോട്ടിക് കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ വയറിലുള്ള ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെ മുകളിലേക്ക് ഒരു ആറ്റം ബോംബ് വന്ന് വീഴുന്ന പോലെയാണ്. അവരെല്ലാവരും പ്രശ്നത്തിൽപ്പെടും. അവർ പ്രശ്നത്തിൽപ്പെട്ട സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോൾ വിശക്കുന്നൊക്കെ തോന്നില്ലേ? വിശപ്പായി അല്ലെ? സത്യത്തിൽ നമുക്കല്ല തോന്നുന്നത്, ഈ തോന്നുന്നത് ബാക്ടീരിയക്കാണ്. ബാക്ടീരിയയാണ് നമ്മോട് പറയുന്നത് എന്തെങ്കിലും വേഗം വരട്ടെ, നമുക്ക് പ്രശ്നമായി. ഇങ്ങനെ ഇതൊരു കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം ചേർന്നിട്ടാണ് നമ്മളെ ഹെൽത്തി ആയിട്ട് നിർത്തിയത്. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റു ജീവികൾ. ഇപ്പം നിപ്പൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, വവ്വാലുകൾ, കേരളത്തിലുള്ള വവ്വാലുകൾ ഏറ്റവും സേഫായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിപ്പ് വരാതിരിക്കുള്ളൂ. അവരെ നമ്മൾ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈറസ് ചാടും. അത് ചാടി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിന് ഇപ്പം നിലവിൽ ചികിത്സ പോലും ഇല്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു എല്ലാവരും സമാധാനത്തോട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ കാര്യങ്ങൾ പോവുകയാണ്. ആ സമയത്ത് ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളിൽ എന്താ ചെയ്യുക? എന്താണ് വലിയ ഫ്ലാറ്റുകളുണ്ട്. മറ്റേ ലോകത്തെ ഏറ്റവും ഉയർന്ന കെട്ടിടടക്കം ധാരാളം മനുഷ്യർ താമസിക്കുന്ന വലിയ ഫ്ലാറ്റുകളുണ്ട്. ഇതാണെങ്കിൽ ദ്വീപുമാണ്. അവരെന്ത് ചെയ്യും? അവരാകെ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് വലിച്ചെടുത്ത് നേരെ കടലിൽ കൊണ്ടേ തള്ളാറുള്ളത്. കടലിൽ തള്ളുക എന്നുള്ള വേറെ ഒരു വഴിയില്ല അവരെ സംബന്ധിച്ചിട്ട്. ഇതാണ് ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് അത് വളരെ പ്രാദേശികമായിട്ട് അത് വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ അത് ഒരുമിച്ച് കടലിൽ ഡംപ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതാണ് ചെയ്യുന്നത്, വേറെ വഴിയില്ല. ഏതാ തീർച്ചയായിട്ടും. പിന്നെ ഈ എന്താ പറയുക, അത് ഏറ്റവും രസമായി നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവും. ടി വിയിലൊക്കെ വരുന്ന പരസ്യത്തിൽ അവരെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോഷൻ ഉപയോഗിച്ചാൽ 99.99% അത് ബാക്കി 0.1% എവിടെ പോയി? ഒരു ലോഷൻ കമ്പനിയും 100% കീടാണുക്കളെ കൊല്ലാതെ പറയാറില്ലല്ലോ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ ലോഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100% കീടാണുക്കളെ കൊല്ലാം എന്ന് ഇതുവരെ ആരും പറയില്ല. അവരെപ്പോഴും പറയുക ഈ 99.99% കീടാണുക്കളെ കൊല്ലാൻ. എന്തിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും നമുക്ക് കൊല്ലാൻ പറ്റില്ല എന്നുള്ളത്. ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ഒരു മിനിറ്റ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ എളുപ്പം ഈ പാറ്റ എന്ന് പറഞ്ഞ ജീവിയില്ലേ, പാറ്റ എന്ന് തന്നെയല്ലേ പറയാം, കൂറ, പാറ്റ എന്നൊക്കെ കോക്രോച്ച് എന്ന് വിളിക്കുന്ന സാധനം. ഇംഗ്ലീഷിൽ രസകരമായിട്ടുള്ള പേരാണ്, പെരിപ്ലാനറ്റ് അമേരിക്കാന എന്നാണ് എൻ്റെ ശാസ്ത്രനാമം. എല്ലാവർക്കും അറിയുന്ന ഒരു ജീവിയാണ് പാറ്റ. പാറ്റയെ കൊല്ലാനായിട്ട് പല വഴികളുണ്ട്. നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൽ 50 പാറ്റ ഇട്ടെന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കീടനാശിനി അതിൻ്റെ മേലെ തളിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ 50 എണ്ണവും ചാവുമോ? ഒരു പക്ഷേ ചാവുമായിരിക്കും, പക്ഷെ രക്ഷപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും. ഈ രക്ഷപ്പെടുന്നവർ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? പല രീതിയിൽ രക്ഷപ്പെടാം. ചിലപ്പോൾ നമ്മൾ തളിക്കുന്ന സമയത്ത് അതിൻ്റെ മേത്ത് കറക്റ്റായിട്ട് വീണിട്ടുണ്ടാവില്ല, അതിനെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ഡോസ് അതിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതിനോടുള്ളൊരു പ്രതിരോധം മുന്നേ തന്നെ, ഡാർവിൻ്റെ ഒക്കെ ഭാഷ പറഞ്ഞാൽ പ്രീ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മുൻകൂർ അനുകൂലനം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ ശരീരം അതിനോട് പ്രതികരിക്കാനുള്ള ശേഷി നേടിയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ പല കാരണങ്ങളുകൊണ്ട് കുറച്ച് പേര് രക്ഷപ്പെടും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ പാറ്റകളുടെ അടുത്ത തലമുറ ഉണ്ടാവുന്നത് ഈ മരിച്ചുപോയ പാറ്റകളിൽ നിന്നല്ല, മറിച്ച് രക്ഷപ്പെട്ട പാറ്റകളിൽ നിന്നാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത തലമുറയിലുള്ള ഒരു 50 പാറ്റ എടുത്തു വയ്ക്കുക. എന്നിട്ട് ഇതേ കീടനാശിനി ഇതേ ഡോസിൽ അടിച്ചാൽ എന്ത് സംഭവിക്കും?
അത് ഭൂരിപക്ഷം എണ്ണവും രക്ഷപ്പെടും. കുറച്ച് എണ്ണം അപ്പോഴും മരിച്ചേക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഡോസ് കുറച്ച് കൂട്ടും, കുറച്ചുകൂടി ഡോസ് കൂട്ടി അടിച്ചു നോക്കും. അപ്പോഴും എന്താ സംഭവിക്കുക? കുറച്ച് പേര് പിന്നെ രക്ഷപ്പെടും. അടുത്ത തലമുറ ഉണ്ടാകുന്നത് അവരുടെ ആയിരിക്കും. ഇങ്ങനെ നമ്മളെപ്പോൾ ഒരു കീടനാശിനി കയ്യിലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അണുനാശിനി കയ്യിലെടുക്കുമ്പോഴോ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു അണുവിനെ നിർമ്മിക്കുന്ന പ്രക്രിയ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ട് കൊല്ലാൻ പറ്റാത്ത കീടത്തെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് കീടനാശിനി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത് കുറച്ച് തലമുറ കഴിയുമ്പോൾ റെസിസ്റ്റൻ്റായി മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്ത് കർഷകരെ ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ കൃഷിയിടത്തിൽ വരുന്ന കീടങ്ങളെ കൊല്ലാൻ പറ്റുന്നില്ല. അവർ നേരത്തെ ഉപയോഗിച്ചിരുന്ന മരുന്നെന്നാണ് വിളിക്കുക, വിഷമാണെങ്കിൽ പോലും. ഈ മരുന്നെന്ന് വിളിക്കുന്ന വിഷം അടിച്ചിട്ട് ഇതിനെ കൊല്ലാൻ പറ്റില്ല. അവർ ലോൺ എടുത്തിട്ടൊക്കെ തുടങ്ങിയ കൃഷിയായിരിക്കും. മുന്നോട്ട് പോകാൻ പറ്റാതെ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീവികളെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ. അതേസമയം തന്നെയാണ് ബാക്ടീരിയ സംഭവിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഒഴിക്കുന്ന ഒരു ലോഷനും കൊണ്ട് കൊല്ലാൻ പറ്റാത്ത അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ റോഡിൽ ഹൈവേയിലൂടെ പോകുമ്പോൾ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് കാണാം. വലിയൊരു ഫോൺ നമ്പറൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അവരാണ് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കംപ്ലീറ്റ് അത് സക്ക് ചെയ്തെടുത്തിട്ട് കടലിൽ കൊണ്ടുപോയി കളയാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലുള്ള ജലാശയങ്ങളിലൊക്കെ അത് കൊണ്ടുപോയി കളയുകയും അത് അവിടെ തന്നെ പടരുകയും ആ വെള്ളം മനുഷ്യർ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുകയും അവർക്ക് അസുഖം ഉണ്ടാവുകയും അവർ ആസ്പത്രിയിൽ പോവുകയും ആസ്പത്രി ക്ലച്ച് പിടിക്കുകയും അത് അങ്ങനെ ഒരു മുതലാളിത്ത വ്യവസ്ഥ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഉള്ളിക്കോടെ മല തുറന്നുകൊണ്ട് തുരങ്കം പണിയാനായിട്ടുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ആളുകൾ പറയും ഈ ഗാഡ്ഗിൽ വെറുതെ മനുഷ്യരെ പേടിപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പം ഞാൻ നോക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷം ജനങ്ങൾ എന്തുകൊണ്ടാണ് പേടിച്ചത്? ജനങ്ങൾ പേടിച്ചത് പെട്ടുമുടി ദുരന്തം ഉണ്ടായപ്പോൾ മനുഷ്യർ പേടിച്ചു. ഇവിടെ 2018 പ്രളയം വന്ന സമയത്ത് മനുഷ്യർ പേടിച്ചു, ഭീകരമായിട്ട് പേടിച്ചു. 2018 നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറും മാറിക്കോ എന്ന് പറഞ്ഞ് പല ആളുകളും വിശ്വസിച്ചു പോലുമില്ല. കാരണം അവരെത്രയോ വർഷമായിട്ട് അവിടെ ജീവിക്കുകയാണ്. അവർക്ക് അവിടുത്തെ ചുറ്റുപാട് അറിയാം, അവിടുത്തെ ആളുകളെ അറിയാം, പ്രദേശം അറിയാം, മല അറിയാം, പുഴ അറിയാം. ആ ധൈര്യത്തിൽ അവിടെ നിന്ന ആളുകൾ അവരുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ വെള്ളം കയറി. 1ാം നിലയിൽ മാത്രമല്ല 2ാം നിലയിൽ വരെ വെള്ളം കയറിയ മനുഷ്യരാണ് 2018. 2019 ആയപ്പോൾ വിവരം അറിഞ്ഞ വഴിക്ക് തന്നെ അവരവിടെ നിന്ന് ഇറങ്ങി മാറുന്ന അവസ്ഥ വന്നു. ഈ നിലയ്ക്ക് ജനങ്ങൾ പുതിയ പാഠം പഠിക്കുക. ഞാൻ ജീവിച്ച സ്ഥലമൊക്കെ എനിക്ക് നല്ല പരിചയം ഉണ്ടാവും, പക്ഷേ ആ സ്ഥലമല്ല ഇന്നത്തെ സ്ഥലം, ആ കാലാവസ്ഥ അല്ല ഇന്നത്തെ കാലാവസ്ഥ. ഇത് മാറിയിരിക്കുന്നു. ഈ മാറിയ കാര്യം ആരെങ്കിലും അറിഞ്ഞോ? ഈ മാറിയ കാര്യങ്ങൾ ഈ മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ച വികസന മാതൃകകൾ എന്തെങ്കിലും മാറ്റം വേണം എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റ ഉദാഹരണം പറയാം. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നന്നായി ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാലോ, ഒരു വശത്ത് അറബിക്കടലാണ്. അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു സമതലം കഴിഞ്ഞാൽ നേരെ പശ്ചിമഘട്ടം തുടങ്ങുകയാണ്. 2000 മീറ്റർ മുകളിലേക്കുള്ള ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. മഴ തുടങ്ങുന്ന മലമുകളിലാണ്. അവിടുന്ന് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പെയ്ത്ത് എത്രയും പെട്ടെന്ന് ഈ ചരിവിലൂടെ കടലിലേക്ക് ഒഴുകി പോവുക ചെയ്യുക. എവിടെ നിന്ന്? കിഴക്ക് വശത്തുനിന്ന് പടിഞ്ഞാറേക്കുള്ള ഒഴുക്കാണ് കേരളത്തിലെ മഴയുടെ ഒഴുക്കെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വികസനം എന്ന് പറയുന്നത് മുഴുവൻ ഇതിന് കുറുകെയുള്ള തെക്ക് വടക്ക് വരകളാണ്. അത് റെയിൽവേ പാളം ആയാലും ശരി, MC റോഡ് ആയാലും ശരി, ഹൈവേ ആയാലും ശരി, ഈ റോഡുകൾ മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന് 2 സൈഡിലും ഒരു റോഡ് വന്നാൽ ഉടനെ അതിൻ്റെ സൈഡൊക്കെ ഫില്ല് ചെയ്ത് പൊക്കി വീടുകൾ പണിയുകയും ചെയ്യും. ഈ വെള്ളം ഒഴുകി പോവില്ല, ഒഴുകി പോകാനുള്ള വഴിയില്ല. നാട്ടിൽ പല സമയത്ത് റോഡുണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ ചാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എളുപ്പ വഴിക്ക് അതും കൂടി മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടാർ ചെയ്തൊക്കെ പോവുക ചെയ്യും. ഒരു മഴക്കാലം വരുമെന്നും അന്ന് ഭയങ്കരമായിട്ട് മഴ വരുമെന്നും അന്ന് വെള്ളത്തിന് പോകാൻ വഴിയുണ്ടെന്നും നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ തരത്തിലുള്ള വികസനം എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഓടിപ്പോയിട്ടൊരു വണ്ടി ഇടിച്ച് മരിക്കുന്നതാണോ വികസനം? അതെനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കും. ഒരു സംസ്ഥാനം മൊത്തം ഇടിച്ച് പൊളിച്ച് നാശാക്കി ഓടിച്ചെന്നിട്ടും കഴിഞ്ഞു. ഇതിനെയാണോ നമ്മൾ വികസനം എന്ന് പറയാം? വികസനം എന്ന് പറയുന്നത് കഴിയുന്നത്ര അതിജീവനം കഴിയുന്നത്ര ദീർഘിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഞാനൊരു 50 വയസ്സിൽ മരിച്ചു പോകേണ്ട ആൾ ഒരു 60 വയസ്സാക്കാൻ പറ്റുമോ? ഒരു 70 വയസ്സാക്കാൻ പറ്റുമോ? ഇതിനെയാണ് വികസനം നമ്മൾ വിളിക്കേണ്ടത്.
കേരളത്തെ സംബന്ധിച്ച് കേരളം ആലോചിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളെല്ലാവരും കൂടി പുട്ടടിച്ച് തീർത്താൽ മതിയോ? ഇവിടെ ഇനിയും മനുഷ്യർ ജീവിക്കാനുള്ള സ്ഥലമല്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാവണ്ടേ എന്നുള്ളൊരു കരുതലിനെയാണ് നമ്മൾ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയാം. അത് പറയുമ്പോൾ പക്ഷേ അത് തീവ്രവാദം ആണെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ നല്ല ഒന്നാന്തരം തീവ്രവാദിയാവാനുള്ള പരിപാടിയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞതിന് മുന്നിൽ ഏതൊരു സർക്കാരിൻ്റെ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ സമയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽവയൽ നികത്തുന്ന സമയം. കാരണം ഉദ്യോഗസ്ഥരൊക്കെ ഇലക്ഷൻ്റെ തിരക്കിലാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ഷൻ നടത്താനായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട്, ആ ഗ്യാപ്പിൽ കുറേ സ്ഥലം നികന്നു പോകും. അപ്പോൾ ആ സമയത്ത് അന്നത്തെ റവന്യൂ മന്ത്രിനെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഈ നിലയ്ക്ക് പോയാൽ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ പ്രശ്നമാണ്, അടുത്ത മഴക്കാലം ഭയങ്കര അപകടമാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ തോളത്തിങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, സജീവേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, എല്ലാം കാലാവസ്ഥ വ്യതിയാനമല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, എല്ലാം കാലാവസ്ഥ വ്യതിയാനം. ഇതന്നെയല്ലേ വിശ്വാസികളും പറയുന്നത്, എല്ലാം ദൈവമല്ലേ തീരുമാനിക്കണം, നമുക്കിപ്പോൾ എന്ത് ചെയ്യാറില്ല. ആ പുള്ളി തീരുമാനിച്ചോളൂ, നടത്തിക്കോളും. അപ്പോൾ ഗ്ലോബലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻ്റ് ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ വണ്ടി ഇടിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ വണ്ടി ഇടിച്ച് വീണെന്ന് വരും. പക്ഷേ ആ വീണാൽ എഴുന്നേറ്റ് വരാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റണമല്ലോ. അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വികസന പരിപാടികൾ മുന്നോട്ട് വരുന്ന സമയത്ത്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു കരുതലും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിനെ ഇല്ലാതെ നമുക്ക് മറ്റു പല സ്ഥലത്തെയും കാര്യങ്ങൾ ഇങ്ങോട്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ഊർജ്ജം നമ്മൾ ചിലവഴിക്കുന്ന 2 വിഷയങ്ങളിലാണ്. ഒന്ന് 2018-ലും 2019-ലും ഇടിഞ്ഞു പോയ കുറേ സ്ഥലങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും അതെങ്ങനെ നടണമെന്നും എന്ത് കോമ്പിനേഷൻ നടണമെന്നുള്ള നിലക്കാളുള്ള സ്റ്റാൻഡർഡൈസേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് വന്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളത്. പല സ്ഥലത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട്. ഹൈഡ്രോളജി ഇപ്പോൾ നമ്മൾ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ജലമായിട്ട് ബന്ധപ്പെട്ട്. ഫോറസ്റ്റ് ഹൈഡ്രോളജി തന്നെ 2 സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ 2-3 സ്ഥലങ്ങളിൽ അവരുടെ പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിന് കാഴ്ചപ്പാടുകളിൽ വന്ന മാറ്റങ്ങളുണ്ട്. ഒരു സമയത്ത് നമ്മൾ വെള്ളം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞപ്പോൾ അതിതീവ്രം മഴ വന്നിട്ട് ഈ നേരത്തെ ചെയ്ത പ്രവൃത്തികളൊക്കെ വലിയ അപകടങ്ങളായിട്ട് മാറി. അപ്പോൾ അതിന് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നീർവാഴ്ച ഉറപ്പുവരുത്താൻ പറ്റുക, അതോടൊപ്പം തന്നെ പുതിയ സസ്യങ്ങൾ വളർന്നു വരിക. 2018-19 കാട്ടിൽ പെയ്ത മഴ മേൽമണ്ണ് വലിയ തോതിൽ കൊണ്ടുപോയി. ഈ മേൽമണ്ണ് പോയ സമയത്ത് മേൽമണ്ണ് മാത്രമല്ല പോയി, അതിനകത്തുണ്ടായിരുന്ന വിത്തുകളടക്കം പോയി. അതുകൊണ്ട് പുതിയ സസ്യങ്ങളൊന്നും തന്നെ കാട്ടിൽ വളർന്നു വരുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലിയ അപകടമായി മാറും. കാരണം മണ്ണിന് താഴെയുള്ള പല ലെയറിലേക്ക് വേരുകൾ ആഴ്ത്താൻ പറ്റുന്ന സസ്യങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കാണ് നമ്മളിപ്പോൾ ഗവേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഉച്ചത്തെ വാർത്ത കേട്ടിരുന്നു നിങ്ങൾ? പുതിയ വാർത്ത കർണാടകയിൽ നിന്നാണ്. തുംഗഭദ്ര അണക്കെട്ടിലെ ഒരു ഷട്ടർ പൊട്ടി, അതിലൊരു ചങ്ങല പൊട്ടി. അതുകൊണ്ട് എല്ലാ ഷട്ടറും തുറക്കേണ്ടി വന്നു. വലിയ തോതിൽ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് കർണാടകയിൽ മാത്രം നിൽക്കില്ല, ആന്ധ്രാപ്രദേശിലേക്ക് തെലങ്കാനയിലേക്കും അതെത്തും. വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് അവിടെ കൊടുത്തത്. പക്ഷേ പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഡാം പോലെ തന്നെയുള്ള ഡാമാണ് തുംഗഭദ്ര ഡാം. 2 ഗ്രാവിറ്റി ഡാമാണ്. ഇനി രണ്ടാമത്തെ അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊട്ടിയിട്ടുള്ള ഈ ഡാമിൻ്റെ ഇരട്ടി പ്രായമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്. ഇതാണ് അവസ്ഥ. ഇതാണ് പേടിക്കാനുള്ള അവസ്ഥ. ഇതാണ് എന്താണ് അവിടെ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡാമിൻ്റെ കൺട്രോൾ തമിഴ്നാട് ഗവൺമെൻറ് കയ്യിലായിരുന്നു. ആ സമയത്ത് വലിയ തോതിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അവർ 2 സുർക്കി ഡാമാണ്, തുംഗഭദ്ര ഡാമും ഇത് 2 സുർക്കി ഡാംസാണ്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ തോതിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ ഇരുമ്പ് കമ്പികൾ ആഴ്ത്തിറക്കുകയും കോൺക്രീറ്റ് ഫില്ല് ചെയ്യുകയും ചെയ്ത് വലിയ തോതിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എങ്ങനെയാണോ ഡാമുള്ളത് അതനുസരിച്ച് അവിടുത്തെ പരിസ്ഥിതി രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ആയാലൊക്കെ തന്നെ അത്രയും വെള്ളം ഉണ്ടെന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ജീവിതത്തേക്ക് പോയിട്ട് ഇതെല്ലാം കൂടി ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ വലിയ അപകടമാവുകയും ചെയ്യും. പുതിയ ഡാം നിർബന്ധമായിട്ടും അവിടെ പണിയേണ്ടി വരും. ഈ വെള്ളം നമുക്ക് റീറ്റേൺ ചെയ്ത് വെക്കണം. അതിൻ്റെ പണികളൊക്കെ തന്നെ ഏകദേശം പകുതി ദൂരം എത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ അപ്പോൾ അത് പോസിബിളാണ്. കാരണം അത് ഓൾറെഡി ഒരു ഡാമുണ്ട്, അവിടെ ഓൾറെഡി ഒരു ഡാമുണ്ട്. ആ ഡാമിനെ നമ്മൾ മാറ്റി പകരമൊന്നും അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പുതിയൊരു കൺസ്ട്രക്ഷൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. നിയമങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ വലിയ ചർച്ചയുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ജനങ്ങളുടെ ഒരു ധാരണ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ജീവിക്കണമെന്നാണ്. സംഭവം നേരെ തിരിച്ചാണ്. മനുഷ്യന് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളുള്ളത്.
അപ്പോൾ അതനുസരിച്ച് നിയമങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മളായിട്ടുണ്ടാക്കിയ നിയമങ്ങളാണ്. അത് തിരുത്തേണ്ട ആ സമയത്ത് നമ്മൾ തിരുത്തി തന്നെ വേണം. അപ്പോൾ അത് ഡാം പണിയുന്നതിന് പ്രശ്നമില്ല. കേരളം സർക്കാർ അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു കരാറുണ്ട്. ഈ കരാർ തമിഴ്നാടിന് അനുകൂലമാണ്. പുതിയ ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുതിയ കരാർ വേണ്ടി വരും. അതാണ് തമിഴ്നാടിൻ്റെ പ്രശ്നം. കേരളം ആഗ്രഹിക്കുന്ന അതാണ്, പുതിയ ഡാം വരികയും പുതിയ കരാർ വരികയും അത് കേരളത്തിനും കൂടി ഗുണകരമാവുന്ന തരത്തിൽ കരാർ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് അതിനകത്തുള്ള ബേസിക് കോൺഫ്ലിക്റ്റ്. അതാണ് ഒരു കാരണമല്ല, ഒത്തിരി കാരണങ്ങളുണ്ട്. അതൊന്ന്, അവരുടെ എണ്ണം കൂടുകയും എണ്ണം കൂടുന്നതിനേക്കാൾ പ്രധാനം അവരുടെ സ്പേസ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഈ മുറിയിൽ ഇത്ര പേര് ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർത്തൊരു മുറിയുടെ മൂലയ്ക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മളതിന് പുറത്തിടാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഒരു രസകരമായിട്ടുള്ള പുസ്തകമുണ്ട്, DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് മലബാറിലെ ശിക്കാർ എന്നാണ്. ശിവദാസ മേനോൻ എന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. അത് 1920കളിൽ ഉള്ള അയാളുടെ അനുഭവമാണ് ആ പുസ്തകത്തിൽ എഴുതിയത്. ഒരു നൂറ്റാണ്ട് മുന്നേ പബ്ലിഷ് ചെയ്ത പുസ്തകം. ഇത് കിട്ടാനില്ലായിരുന്നു, ഇപ്പോൾ അടുത്താണ് വീണ്ടും വന്നത് ആ പുസ്തകം. ഇദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹം കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോഴുള്ള കഥകളാണ് പുസ്തകത്തിലുള്ളത്. രസകരമായിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ അതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. അന്നത്തെ ബസ്സുകൾ 1920കളിലൊക്കെയുള്ള കേരളത്തിലെ ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസ്സാണ്, കുട്ടി ബസ്സാണ്. അങ്ങനെ ഒരു ബസ് പോകുന്ന സമയത്ത് ആ ബസ്സിൻ്റെ പുറകെ ഒരു 3 ആന ഓടിക്കുകയാണ്. ആളുകൾ അത് പേടിച്ചു ഭയന്നു, കരച്ചിലൊക്കെ തുടങ്ങി ബസ്സിൻ്റെ അകത്തുനിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന ഓട്ടം നിർത്തി, ബസ് പിന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനും രാമനാട്ടുകരയ്ക്കും ഇടയ്ക്ക് വെച്ചിട്ടാണ്. ഫറൂഖിനും രാമനാട്ടുകരയ്ക്കും ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഫറൂഖിലെ രാമനാട്ടുകരയ്ക്ക് കാട്ടാന ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്ര വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ സ്പേസിലുണ്ടായിരുന്ന ജീവികളാണ്. ഇപ്പോൾ അവിടെ ആനയില്ല. ഇപ്പോൾ അവരൊക്കെ നിലമ്പൂർ കാടുകളിലോ അല്ലെങ്കിൽ വയനാട് കാടുകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന പല കാടുകളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട്, ട്രാപ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ പലതരക്ക് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. മനുഷ്യനെ അവർ കുറ്റവാളിയെ പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യം കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടിൽ ആന ഉണ്ടാവും, ആന ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, തിരിച്ചു പോരുണ്ടാവും. ഇപ്പം അത് സാധ്യമല്ല. നമ്മളെ കണ്ടാൽ ആന ഇങ്ങോട്ട് വന്ന് ആക്രമിക്കും. ആ തരത്തിലുള്ള ശത്രുത ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആനയുടെ കേസിൽ അങ്ങനെയുണ്ട്. പന്നികൾ, കാട്ടുപന്നികൾ പല സ്ഥലത്ത് പ്രശ്നമാണ്. നമ്മൾ സത്യത്തിൽ അതിനെ ക്ഷണിച്ചൊരു പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. കാരണം കാട്ടിനകത്ത് അത് നേരിടുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് കുഞ്ഞുങ്ങളെ മറ്റ് ജീവികൾ തിന്നും, ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ഇഷ്ടംപോലെ ഭക്ഷണം അവർക്ക് കിട്ടും. റബ്ബറിന് വില ഇടിഞ്ഞോട് കൂടിയിട്ട് ഇഷ്ടംപോലെ അടിക്കാടുണ്ട്. അതിനകത്ത് സുഖമായിട്ട് അവർക്ക് ജീവിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ഇങ്ങോട്ടേക്ക് പോകുന്ന ആളെ. കേരളത്തിൽ കാടില്ലാത്തൊരു ജില്ലയുണ്ട്, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ വരെ കാട്ടുപന്നി എത്തിക്കഴിഞ്ഞു. നമ്മൾ കൊണ്ടുപോകുന്നതാണ്. കാരണം അവർ കാട്ടിന് പുറത്തിറങ്ങിയ അവർ സേഫാണ്, ആരും അവരെ കൊല്ലൂല, അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് പോരുക തന്നെ ചെയ്തു. കുരങ്ങന്മാർ പല സ്ഥലത്ത് പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? കാരണം ടൂറിസ്റ്റുകളെല്ലാവരും തന്നെ പോകുന്ന വഴിക്കൊക്കെ കാണുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. നാട്ടിൽ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു പ്രശ്നം മയക്കുമരുന്നാണ്. ഭീകരമാണ് പ്രശ്നം, ചെറിയ പ്രശ്നമല്ല. വന്യജീവികളുടെ ഇടയിൽ മയക്കുമരുന്ന് പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്ന സംഭവം. കാരണം കാട്ടിൽ ഉപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉപ്പ് എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുവേണ്ടി അവരെന്ത് ചെയ്തോളാം. ഏറ്റവും നല്ല ഉദാഹരണം സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങ് നമ്മൾക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് സൈലന്റ് വാലിലൊക്കെ പോയിട്ട് സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു കൂട്ടത്തിനൊക്കെ നമ്മൾ ഒളിച്ച് പോയി പതുക്കെ ശബ്ദം ഉണ്ടാക്കാതൊക്കെ പോയി കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുരങ്ങ് നമ്മളുണ്ടെന്ന് അറിഞ്ഞാൽ അവർ ശബ്ദം ഉണ്ടാക്കി എല്ലാവരും കൂടി അവിടെ നിന്ന് പോയി കളയും. അത്ര ഷൈ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരുന്നു സിംഹവാലൻ കുരങ്ങ്. ഇന്ന് നിങ്ങൾ നെല്ലിയാമ്പതി വഴിയുള്ള വഴിക്ക് പോയാൽ റോഡ് സൈഡിൽ ഇരുന്ന് സിംഹവാലൻ കുരങ്ങ് യാചിക്കുന്ന കാണാം. അതാണ് ഉപ്പിൻ്റെ പവർ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമുക്ക് എത്ര നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും അത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. ആ ഒരിക്കൽ ഉപ്പ് ടേസ്റ്റ് ചെയ്താൽ ആ ഉപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും. കാട്ടിലുള്ള ഭക്ഷണത്തെക്കാളും കൂടുതൽ ന്യൂട്രിയൻസ് കിട്ടുന്ന ഭക്ഷണമാണ് വിളകളിലുള്ള. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കുന്നൊരു പ്രശ്നം ഒതുക്കുന്നേ ഇല്ല. അതിനോടൊപ്പം ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ചോദിച്ച അജിത്താണ്. അജിത്ത് ചോദ്യം ചോദിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്ര നേരം ഞാൻ സംസാരിച്ച് മുഴുവൻ വെറുതെ ആയി പോയി എന്നാണ്. ഈ ക്ലാസ് ഞാൻ തോൽവി സംഭവിച്ചു. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു ഇതാണ്, ഇത് പണ്ട് പോലെ നടക്കുന്ന കാര്യമാണല്ലോ, മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നമുക്ക് ഈ പ്രശ്നമായി. അങ്ങനെ അല്ല എന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. പ്രകൃതിയിൽ പല ദുരിതങ്ങളുണ്ടായിട്ടുണ്ട്. ഉൽക്ക വന്ന് വീണിട്ടുണ്ട്, ഡസ്റ്റ് പൊങ്ങിയിട്ടുണ്ട്, അതുങ്ങൾ നിന്നിട്ടുണ്ട്. ഈ ഭൂമി മുഴുവൻ തണുത്ത് ഉറഞ്ഞു പോയിട്ടുണ്ട്, മൊത്തം ഐസായി പോയിട്ടുണ്ട്. 5 പ്രാവശ്യം ഈ ലോകത്തെ ജീവജാലങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
അതിൽ നിന്ന് ബാക്കിയായ ആ സമയത്ത് രക്ഷപ്പെട്ട കുറച്ച് ജീവികളിൽ നിന്ന് മാത്രം പിന്നീട് പരിണമിച്ച് വന്നവരാണ് ഇപ്പോൾ ഉള്ളത്. 4 ഗംഭീര മാസ് എക്സ്റ്റിങ്ഷൻസ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. 5ാമത്തെ എക്സ്റ്റിങ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ 4 എണ്ണം കഴിഞ്ഞു. ധാരാളം ജീവജാലങ്ങൾ വംശനാശം വന്നു പോയി കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നടന്ന പരിപാടി അല്ല ഇപ്പം നടക്കണമെന്നായി പറഞ്ഞ്. ഇപ്പം നടക്കുന്ന വേറൊരു നാടകമാണ്. പഴയ നാടകം കഴിഞ്ഞു, കർട്ടൻ ഇട്ടു, അവരൊക്കെ വീട്ടിൽ പോയി. ഇത് പുതിയ നാടകമാണ്. ഈ നാടകം കളിക്കുന്നത് മനുഷ്യനാണെന്നാണ് ഈ പറയുന്നത്. മനുഷ്യനായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞത്. ഇതിന് മുന്നേ ഉള്ളത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതെ, അത് നമ്മളായിട്ട് സൃഷ്ടിച്ചതാണ്. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. അതാണ് അതിൻ്റെ സാധ്യത. പണ്ട് ആ സാധ്യത ഇല്ലായിരുന്നു. പണ്ടൊരു ഉൽക്ക വന്നിട്ട് ഭൂമിയിൽ വന്ന് വീണിട്ട് ഡസ്റ്റൊക്കെ പൊങ്ങി ദിനോസറുകൾ ഇല്ലാതായി പോയ ഒരു കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മനസ്സിലായി. ഇത് പുനരധിവാസം എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് കടക്കുന്നൊരു ചോദ്യമാണ്. കടൽ തീരത്ത് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാകുന്നു, അവരെ നമുക്ക് എങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുക. മലമുകളിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നു, അവരെ എങ്ങോട്ടാണ് മാറ്റാൻ പറ്റുക. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് 2 തരം മനുഷ്യരുണ്ട്. അതിലൊന്ന് നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. ഇപ്പം എൻ്റെ നാട് എറണാകുളമാണ്, തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂരാണ്, പീച്ചി എന്നുള്ള സ്ഥലത്താണ്. എനിക്ക് അവിടെ ജോലി കിട്ടി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് എൻ്റെ പേഴ്സും എടുത്ത് എൻ്റെ ATM കാർഡും എടുത്ത് ഞാൻ നേരെ തൃശ്ശൂർ പോയാൽ എനിക്ക് എറണാകുളത്ത് ജീവിച്ച് അതേപോലെ തന്നെ എനിക്ക് തൃശ്ശൂർ ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. എനിക്ക് അവിടെ ബാബർ ഷോപ്പിൽ പോയി തലമുടി വെട്ടിക്കുക, അവിടെ ഉടുപ്പ് കടയിൽ പോയിട്ട് ഉടുപ്പ് വാങ്ങിക്കാം, പച്ചക്കറി വാങ്ങാം, സുഖമായിട്ട് എനിക്ക് അവിടെ ജീവിക്കാം. നിങ്ങൾക്കും അതേപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ജനിച്ച സ്ഥലത്ത് നിങ്ങൾക്കൊരു പുതിയ സ്ഥലത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള മനുഷ്യരാണ് ഒരു തരം മനുഷ്യർ. മറ്റൊരു തരം മനുഷ്യരുണ്ട്. അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അവരെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ അവർ തകർന്നു പോകും, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഇംഗ്ലീഷിൽ ഇക്കോസിസ്റ്റം പീപ്പിൾ എന്ന് വിളിക്കുന്ന. മലയാളത്തിൽ അവരെ നമ്മൾ സ്ഥിത മനുഷ്യർ എന്ന് വിളിക്കും. നമ്മുടെ തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ സ്ഥിത മനുഷ്യരാണ്. അവിടെ നിന്ന് അവരെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി അവർ തകർന്നു പോകും. ഇത് കൂലിയുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. അവരവിടെ നിന്ന് എടുത്ത് ഇടനാട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാലോ മലമുകളിൽ കൊണ്ടു നിർത്തിയാലോ അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്താലും നിൽക്കില്ല. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഈ കടൽ കാണാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ഇത്ര വിശാലമായിട്ടുള്ള ഈ കടൽ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവരവരെ പ്രകൃതിയായിട്ട് അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെ കാട്ടിൽ മുകളിൽ ജീവിക്കുന്ന ആദിമ നിവാസികൾക്കുണ്ട്. അവരവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയാൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം പ്രകൃതിയായിട്ട് ചേർന്ന മനുഷ്യരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തരത്തിലല്ല, പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. അതിൻ്റെ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടും കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും നേച്ചറായിട്ടുള്ള ബന്ധമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ വൈവിധ്യമാർന്ന മനുഷ്യരുടെ എല്ലാവരുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടേ നമുക്കൊരു നിലപാടിലേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ട വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫാസിസ്റ്റ് പരിപാടിയാണ്. അതാണ്. അല്ലല്ല, ഇത് ബേസിക്കലി ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളതുകൊണ്ടല്ല, അതിലേക്കുള്ള ഊർജ്ജം എവിടെ നിന്ന് വരണം എന്നുള്ളത് ബാക്കിലേക്ക് ട്രേസ് ചെയ്യുക എന്നുള്ള ആവശ്യമാണ്. ആ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കേണ്ടി വരും. അത് തെർമൽ സോഴ്സ് ആണെങ്കിൽ ഭയങ്കര പൊല്യൂഷനാണ് അതുണ്ടാക്കുക. അത് ഹൈഡ്രോ ആണെങ്കിൽ കുറച്ചും കൂടി ഭേദമായിരിക്കും, സോളാർ ആണെങ്കിൽ കുറച്ചും കൂടി ഭേദമായിരിക്കും. അപ്പോൾ അതും കൂടി നോക്കിയാലേ നമുക്ക് ഈ വെഹിക്കിൾ ലാഭകരമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പരിസ്ഥിതി മാറ്റവും ഭൂമിയിലെ 6th മാസ് എക്സ്റ്റിങ്ഷനും അല്പം വന്ന് വിശദീകരിക്കാമോ? എഴുതി തന്നൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുന്നേ ഉള്ള 5 എക്സ്റ്റിങ്ഷൻസും സംഭവിച്ചത് മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ഇടപെടലുകളില്ലാതെയാണ്, ഭൗമ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ 6ാമത്തെ എക്സ്റ്റിങ്ഷനും അതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുന്നത് ആന്ത്രോപോസൈൻ എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചിട്ടുള്ള ആന്ത്രോപോസൈൻ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സിഗ്നേച്ചർ ലോകത്തെ ഭൂമിയിലെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ മാസ് എക്സ്റ്റിങ്ഷനാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം.